ओके ले सर, सॉरी, इज इट ओके? ओके ओके, ठीक है सर, ठीक है. ഞാൻ പറയാൻ പോവാണ്. തുടങ്ങാം. നമസ്കാരം, ഞാൻ രാജലക്ഷ്മി, കൊച്ചി കേന്ദ്രയിൽ നിന്ന് BPSC 131-ൻ്റെ ടീച്ചറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 യൂണിറ്റാണ്. ഒന്ന് യൂണിറ്റ് 11 ആൻഡ് യൂണിറ്റ് 12. യൂണിറ്റ് 11-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക് ഗ്രോത്ത്, അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക ഗ്രോത്തും ജനാധിപത്യവും. അപ്പോൾ ജനാധിപത്യത്തിനും സാമ്പത്തിക ഗ്രോത്തിനും ഒരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പറയുന്നത്. ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ എല്ലാം അനുയോജ്യമായ വിധത്തിൽ പോകണം, അല്ലെങ്കിൽ ചില ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ചില അവകാശം എന്താ വെച്ചാൽ ഇത് ഒന്നും അനുയോജ്യമല്ല, ഇത് രണ്ടും അനുയോജ്യമല്ല. പിന്നൊന്ന് പറയുന്നത് അല്ല, ഇത് അനുയോജ്യമാണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇന്ന് ജനാധിപത്യം എങ്ങനെ ഉണ്ടായി? ഗ്രീസില് 2 വാക്കിൽ നിന്നാണ് ഈ ജനാധിപത്യം എന്ന വാക്ക്, ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഡെമോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സമൂഹം അല്ലെങ്കിൽ ജനത. ക്രട്ടോസ് അല്ലെങ്കിൽ ആധിപത്യം എന്ന് വെച്ചാൽ പവർ. അപ്പോൾ 15-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഈ ജനാധിപത്യം ഗ്രീസിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏതൻസിൽ ഉണ്ടാകുന്നത്. ഇതിന് ശേഷം അതിൻ്റെ ആ ജനാധിപത്യത്തിൽ എങ്ങനെയാ വെച്ചാൽ മനുഷ്യരുടെ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഭരിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളെ ഭരിച്ചോളൂ എന്ന് സമ്മതമാണ്. ജനാധിപത്യത്തിൽ നമ്മൾ കൂടുതൽ ജനസമ്മതി ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം വളരെ ഇഫക്റ്റീവായിട്ട്, വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് പോവുള്ളൂ. അപ്പോൾ ജനാധിപത്യ ഭരണമാണ് ഏറ്റവും നല്ല ഭരണം, അല്ലെങ്കിൽ ഏറ്റവും നല്ല വിധത്തിലുള്ള ഭരണം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ പല വിധത്തിലും ഡയറക്റ്റ് ഡെമോക്രസി, നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, ഡെലിബറേറ്റീവ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രസീൻ്റെ വളരെ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് അമേരിക്കൻ ഭരണഘടന നോക്കാം. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുമ്പോൾ, ജനങ്ങളുടെ പ്രതിനിധീകരിക്കുന്നവരാണ് ജനാധിപത്യത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ ലീഡറായിട്ട് പോവുക. അപ്പൊ ഇവരുടെ ഈ ജനാധിപത്യ ഡെമോക്രസിയാണ് ഏറ്റവും സുഖകരമായിട്ടും വളരെ നന്നായിട്ടും നടക്കാൻ പറ്റുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഡെലിബറേറ്റീവ് ഡെമോക്രസി ഈസ് ഓൾസോ ഓക്കെ ആണ്. പക്ഷെ എന്നെങ്കിൽ കൂടെയും ജനാധിപത്യം, അല്ലെങ്കിൽ ജനങ്ങളാൽ എലക്ഷൻ മുഖാന്തരം സമ്മതം കിട്ടി അവരെ നമ്മളുടെ അസംബ്ലിയിലേക്കോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലാണെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാന ലെവലാണെങ്കിൽ അസംബ്ലിയിൽ പോവും. ഗവൺമെന്റ്, ഇന്ത്യൻ ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. അപ്പൊ നമ്മളെ പ്രതിനിധീകരിച്ചിട്ട്, അല്ലെങ്കിൽ പ്രതിനിധികളാണ് അവിടെ ഇരുന്ന് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാര് ആ പാർലമെന്റിൽ ഇരുന്ന് വേണ്ടതായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നു. ഇതാണ് 3 ടൈപ്പായിട്ടുള്ള ജനാധിപത്യം. ഈ ജനാധിപത്യത്തില് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് അതിനെ പറ്റിയുള്ള ഗുണങ്ങളാണ്. എന്താണ് ജനാധിപത്യത്തിൽ ഉള്ള സൗകര്യം? ഏറ്റവും കൂടുതലായിട്ട് ഇരുന്നത് ഒരാളെയും അടിച്ചമർത്താൻ പറ്റില്ല. അപ്പൊ അടിച്ചമർത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, രാജഭരണം, മിലിറ്ററി ഭരണം, അല്ലെങ്കിൽ ജനറൽ ഒരു രാജാവിന്റെ പൊസിഷൻ എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അടിച്ചമർത്തപ്പെടുന്നു. പക്ഷെ ഈ ജനാധിപത്യത്തിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളാൽ ജനസമ്മതം നേടിയ ഒരു ലീഡർ ആയിരിക്കും, അല്ലെങ്കിൽ ആ പാർട്ടി ആയിരിക്കും അവിടെ
ഗവൺമെന്റിന്റെ ഫോമിൽ വരുന്നത്. അപ്പൊ അവിടെ ഒരു വിധത്തിലും അടിച്ചമർത്തപ്പെടാൻ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള അല്ലെങ്കിൽ അവർക്കുള്ള സ്വാതന്ത്ര്യത്തിനെ ഒരു കാരണവശാലും അത് നിഷേധിക്കുന്നില്ല. അപ്പോ നമ്മൾക്ക് അറിയേണ്ടത് ഈ വിധം ജനാധിപത്യം ആൾക്കാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്മതത്തോടെ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ഭരിച്ചോളൂ, ഞങ്ങളുടെ പ്രതിനിധിയായി ഞങ്ങൾക്ക് വേണ്ടത് പാർലമെന്റിലോ ഇന്ത്യൻ പാർലമെന്റിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ലോക്സഭയിലോ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തു പറയാനുള്ള ഞങ്ങളുടെ പ്രതിനിധി ആണ് ഈ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ്, പാർട്ടിയിൽ ഉള്ള മെമ്പേഴ്സിന്. അപ്പോൾ സമ്മതത്തോടെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ അടിച്ചമർത്തപ്പെടുക അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിനെ അടിച്ചമർത്തപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഉപകാരം, അല്ലെങ്കിൽ നമുക്ക് പറയാം എയിം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ നല്ല ഗുണം അതാണ്. പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ ജനാധിപത്യം നമ്മളുടെ വളർച്ചയെ നന്നാക്കുന്നു. ഓരോ മനുഷ്യന്റെയും അവന് ഇഷ്ടമുള്ള ഒരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗ്രോത്തിന് അവനവന് എനിക്ക് താല്പര്യമുള്ളത് ഞാൻ ചെയ്യുന്നു, എനിക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് ഞാൻ പഠിക്കുന്നു, ആ സബ്ജക്റ്റിൽ ഞാൻ പഠിച്ച് പാസ്സായി അത് പഠിപ്പിക്കാനിരിക്കുന്നു. അപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അത് അവിടെ ഉപകാരപ്പെടും. ആ ഒരു കുടുംബത്തിലുള്ള നല്ല ഒരു ഗ്രൂപ്പാണെങ്കിൽ, ഒരു നല്ല കുടുംബത്തിൽ ആ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാർക്കും നല്ല വിധത്തിലുള്ള ഒരു ജോലി ഒക്കെ ഉണ്ട്, അവർക്ക് സാമ്പത്തികമായിട്ട് അത് സഹായിക്കുന്നു, അവരുടെ കുടുംബത്തിനെ സഹായിക്കുന്നു എന്ന് വരുമ്പോൾ ആ ചെറിയ കുടുംബം വളരെ സന്തുഷ്ടമായിട്ടോ അല്ലെങ്കിൽ വളരെ സൗകര്യമായിട്ടോ ജീവിക്കുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ചെറിയ കുടുംബം, അണുകുടുംബം, ഈ അണുകുടുംബങ്ങൾ കൂടുതൽ വരുമ്പോൾ ഒരു വില്ലേജ് ആവുന്നു, ഒരു ഗ്രാമമാവുന്നു, അങ്ങനെ അത് മെട്രോപൊളിറ്റൻ സിറ്റി വരെ ആവുന്നു. അപ്പോൾ വളരെ ഗ്രാജുവലായിട്ട്, വളരെ സ്ലോ ആയിട്ട്, വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവനവന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും അവനവന്റെ കഴിവിനെ പരിപോഷിച്ച് നമ്മൾക്ക് വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നു, നമ്മൾ സ്വയം ജോലി കണ്ടുപിടിക്കുന്നു, സ്വയമേ വീട്ടിൽ സാമ്പത്തികം നന്നാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ രാജ്യത്തിന്റെ ഉന്മൂലനം അല്ലെങ്കിൽ ആ രാജ്യം കൂടുതൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പറയുന്നു ജനാധിപത്യത്തില് ഓരോ മനുഷ്യന്റെയും, ഓരോ ഇൻഡിവിജ്വലിന്റെയും, ഓരോ ജനതയുടെയും അവരുടെ സ്വയസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യം, അവകാശം, റൈറ്റ്സ് ആൻഡ് ഫ്രീഡം എന്ന് പറയാൻ നമുക്ക്. റൈറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ അവകാശം, എൻ്റെ സ്വാതന്ത്ര്യം, ഇത് രണ്ടും ആരും അതിനെ എതിർക്കുന്നില്ല. ഇത് വേറെ നമ്മൾക്കൊരു മിലിറ്ററി ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ കാലത്തോ സ്റ്റാലിന്റെ കാലത്തോ അവരൊരു മിലിറ്ററി ജനറൽ ആയിരുന്നു, അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇവിടെ അവര് പറയുന്നത് അനുസരിക്കുക, അല്ലെങ്കിൽ ഒരു ഫൂളിഷായ രാജാവ്, നമ്മള് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, തുഗ്ലക്കിന്റെ രാജാവ്. തുഗ്ലക്ക് എന്തൊക്കെ വിഡ്ഢിത്തരം കാണിച്ചു, പക്ഷെ ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നു. കാരണം അവിടെ മാറ്റത്തിനുള്ള സ്കോപ്പ് ഇല്ല, മാറ്റത്തിനുള്ള ചാൻസ് ഇല്ല. കാരണം രാജാവ് മണ്ടനാണെങ്കിൽ ജനങ്ങൾ അനുഭവിക്കും, രാജാവ് വളരെ നല്ല രാജാവാണെങ്കിൽ ആ സുഖവും ജനങ്ങൾ അനുഭവിക്കും. അതേമാതിരി തന്നെയാണ് ജനറൽ ഹെഡ് അല്ലെങ്കിൽ മിലിറ്ററി ഹെഡ്, ഒരു ഡിക്റ്റേറ്റർ. അങ്ങേരുടെ നല്ല സ്വഭാവമാണെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു കാരണവശാലും ഡിക്റ്റേറ്റേഴ്സ് അല്ലെങ്കിൽ ജനറൽസ് അത്രയും ആൾക്കാരുടെ നല്ല ഗുഡ് ബുക്സിൽ ഇരിക്കാറില്ല. അവരുടെ പറയുന്നത് അനുസരിക്കുക, ഡിസിപ്ലിൻ ആണ് കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം, എനിക്ക് പറയാനുള്ള എൻ്റെ റൈറ്റ് നല്ല വിധത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത് ജനാധിപത്യത്തിലാണ്. നമ്മളുടെ ജനാധിപത്യത്തിൽ കൂടെ നമ്മളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള
നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുക, എത്രത്തോളം നിനക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാരണങ്ങൾ നിനക്ക് ചെയ്യാൻ പാടില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉപയോഗിച്ച്, നമ്മളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ റൈറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ എപ്പോഴും സുഖമായിട്ടും സന്തോഷമായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് പറയുന്നത്, ഇത് ഇങ്ങനെയുള്ള ജനസമ്മതത്തോടെയുള്ള ഒരു ഭരണമാണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള വാറ് അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ഒരു നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലോ ഇങ്ങനത്തെ കൂടുതലായിട്ടുള്ള യുദ്ധങ്ങളും അതിന്റെ യുദ്ധത്തിന്റെ പരിണാമങ്ങളും വളരെ കുറവായിരിക്കും എന്നുള്ളത് വേറൊരു പോയിന്റാണ്. ഇനി നമ്മൾ പറയുന്നത്, ഈ JS മില്ലിന്റെ അങ്ങേരുടെ അഭിപ്രായത്തിൽ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അങ്ങേര് പറഞ്ഞിട്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഗുണം എന്താണ്? JS മില്ല് പറഞ്ഞിട്ടുള്ളത് 3 അഡ്വാൻറ്റേജ് ആണ്. ഏതൊക്കെയാ 3 അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം നമ്മൾ? അതിന്റെ കാര്യം, നമ്മൾ നയതന്ത്രപരമായിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു തീരുമാനം കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ നയതന്ത്രപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് നയമാണോ ഉപയോഗിക്കുന്നത് അതായിരിക്കും നമ്മളുടെ റൈറ്റ്, നമ്മളുടെ ഒപ്പീനിയൻ. എൻ്റെ ഒപ്പീനിയനും എൻ്റെ സ്വാതന്ത്ര്യവും എൻ്റെ അവകാശം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് തന്ത്രപരമായിട്ട് നമ്മൾ വേണ്ട വിധത്തിലുള്ള ഒരു ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തോ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമ്പോൾ അത് ഒരു ഒപ്പീനിയൻ ഫസ്റ്റ് കാര്യമായിട്ട് വരാം. പിന്നെ നമ്മൾ പിന്നൊന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ജ്ഞാന അവാർഡ് അല്ലെങ്കിൽ ജ്ഞാനത്തോടെ അല്ലെങ്കിൽ വ്യത്യാസത്തോടെ നമ്മൾ വിവേകത്തോടെ ഒരു നമ്മളുടെ ഉദ്ദേശങ്ങൾ, നമ്മളുടെ പോയിന്റുകൾ, നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ അനുകരിക്കുന്നു. അതിന് ഏതാണോ എനിക്ക് നല്ലത് അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മളുടെ ജനതയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ, ജനതയ്ക്ക് വേണ്ടി കിട്ടുന്ന ഉപകാരങ്ങൾ അവിടെ വരുന്നു എന്നർത്ഥം. അപ്പോ നമ്മൾ ജനിച്ച് നമ്മൾക്ക് ആവശ്യമുള്ളതും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതുമായത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ബെനിഫിറ്റ് കിട്ടുക, അല്ലെങ്കിൽ കൂടുതലായിട്ടും നല്ല വിധത്തിൽ അവിടെ ജനാധിപത്യം നടക്കുന്നു. ജനത്തിന്റെ ബുദ്ധിയും മനസ്സും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. പിന്നെ മൂന്നാമത്തെ എന്താന്ന് വെച്ചാല്, ജില്ലിന്റെ അഭിപ്രായത്തില് ഈ ജനാധിപത്യം നമ്മളുടെ സ്വഭാവ ശുദ്ധീകരണം അല്ലെങ്കിൽ സ്വഭാവത്തിനെ ക്രമീകരിച്ചിട്ട് ഏതൊക്കെ വിധത്തിലാണോ ഒരു സ്വേച്ഛാധിപത്യം ഉണ്ടാവില്ല. അവന്റെ സ്വന്തമായിട്ടുള്ള ആലോചനയിൽ കൂടെ അവന് എടുക്കാം. അതേമാതിരി ഒരു കാരണവശാലും അയാൾക്ക് ഒരു സ്വയം ഭരണം വരുന്നില്ല. സ്വയം ഭരണം എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ഒരാള് ഡിസിഷൻ എടുക്കുന്നില്ല, പലരുടെയും ഡിസിഷൻസ് ചേർന്നിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ യുക്തിബോധം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, നമ്മൾ ഇപ്പോൾ ഒരു കാട്ടിലെ മരം വെട്ടി മുറിച്ച് വിറ്റ് കാശാക്കുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ നാട്ടില്, വീരപ്പൻ എന്ന് പറഞ്ഞ ആള്. അങ്ങേരെ ഒരു മന്ത്രിയാക്കി ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയാണ്. അങ്ങേരെ ഒരു മന്ത്രിയായി, അങ്ങേരെ ഒരു എൻവയറമെന്റൽ മന്ത്രി അല്ലെങ്കിൽ ഫോറസ്റ്റ് മന്ത്രി ആക്കിയാൽ അയാൾ പിന്നെ ആ സ്ഥലം നല്ല ക്ലീൻ തരിശായിട്ട് വെട്ടിമുറിച്ച് മാറ്റും.
അപ്പോൾ ഇവിടെ നമ്മളുടെ സ്വയമായിട്ടുള്ള ആലോചന, സ്വയമായിട്ടുള്ള യുക്തി ഒറ്റയ്ക്ക് എടുക്കുന്നില്ലല്ലോ. ഒരു വോട്ടിംഗ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ക്യാരക്ടർ, നമ്മളുടെ സ്വഭാവ ശുദ്ധീകരണം അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ളവരുടെ സ്വഭാവത്തിനെ നല്ല വിധത്തിൽ യുക്തിബോധത്തിലും ഒരുമിച്ച് കൊണ്ടുപോകാനും സ്വതന്ത്രമായി ആലോചിക്കാനും സ്വതന്ത്രമായി ആലോചിച്ച് അതിനുശേഷം ഒരു തീരുമാനമെടുക്കാനും അതിനുശേഷം ആ തീരുമാനത്തിനെ പ്രായോഗികമാക്കി വോട്ടാക്കി കൊടുത്ത് അവരെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് ഈ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ജനാധിപത്യ ഭരണത്തിൽ മാത്രമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി രാജാവ് മോശമായാലോ ജനറൽ മോശമായാലോ നമുക്ക് അവിടെ മാറ്റാൻ പറ്റില്ല. പക്ഷെ ജനാധിപത്യ ഗവൺമെന്റിൽ എപ്പോഴാണോ നമ്മളുടെ വിശ്വാസം അവരിൽ അർപ്പിച്ച് നമ്മൾ അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുന്നു. പക്ഷെ അതിനുശേഷം നമ്മളുടെ വിശ്വാസത്തിനെ ചൂഷണം ചെയ്യുന്ന മാതിരിയോ അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് അവരെ മാറ്റാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. പിന്നെ വന്ന് 3 വിധത്തിലുള്ള ഡെമോക്രസി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 2 തരത്തില് വ്യൂസ് ഉണ്ട്. ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യത്തിന് 2 തരത്തിൽ നമുക്ക് കാഴ്ചപ്പാടുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാല് നമ്മൾ പറയുന്നു വളരെ ക്ലിപ്തമായിട്ട് പ്രോസസ് അനുസരിച്ച്, പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സാണ്. പ്രോസസ് അനുസരിച്ചിട്ട് ഓരോ പ്രോസസ് വികാരങ്ങളും നമ്മൾക്ക് അഡൽട്ട് അല്ലെങ്കിൽ വോട്ടവകാശം, ഈ വോട്ടവകാശം വന്ന് കിട്ടിയതിനു ശേഷം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയും. ഒരു സ്ത്രീയോ പുരുഷനോ 18 വയസ്സ് കഴിഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ ഇത് 21 വയസ്സായിരുന്നു, പിന്നെ അത് 18 വയസ്സാക്കി മാറ്റി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 18 വയസ്സ് തികഞ്ഞ ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ വോട്ടിൽ കൂടി അത് മാത്രമല്ല, വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് മാത്രമല്ല, അത് പല വിധത്തിലുള്ള പാർട്ടികളുണ്ട് ഇന്ത്യയിൽ. മൾട്ടി പാർട്ടികളുണ്ട്, ഒരുപാട് പാർട്ടികളുണ്ട്. പ്ലൂറൽ പാർട്ടീസ് ഇഷ്ടംമാരി ഉണ്ട്, നിറയെ പാർട്ടീസ് ഉണ്ട്. ഒരു പാർട്ടി അല്ല. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ മാതിരി ഒരു പാർട്ടി അല്ല. ചൈനയിലുള്ളത് ഒരു പാർട്ടിയാണ്. അങ്ങനെയല്ല, ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് പാർട്ടികളുണ്ട്. ഏത് പാർട്ടീനെ നമുക്ക് വിശ്വാസമുണ്ടോ നമ്മളുടെ വോട്ടവകാശം അവർക്ക് കൊടുക്കാം. അത് അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഈ പോയിന്റ് ഇവിടെ രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞതിൽ ആദ്യത്തെ പോയിന്റ് ഇതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ മാക്സിമം ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ വിശ്വാസം അർപ്പിച്ച് നമ്മൾ പ്രോസസ്സിൽ കൂടെ വോട്ടിംഗ് ചെയ്ത് അനുഭവിച്ച് അവരെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ എലക്ട് ചെയ്ത് നമ്മൾ അവരെ പാർലമെന്റിലേക്ക് നമ്മളുടെ ജനപ്രതിനിധിയായി അയച്ച ശേഷം അവര് നമ്മളുടെ വിശ്വാസത്തിന്റെ ഒപ്പം നമ്മളുടെ എക്സ്പെക്ടേഷനൊപ്പം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം, അത് സാമ്പത്തികമായിട്ട് സാമൂഹികമായാലും ശരി, ഏത് വിധത്തിലായാലും ശരി, അവർ നമ്മളുടെ വിശ്വാസത്തിന്റെ അത്രത്തോളം എത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അർപ്പിച്ച വിശ്വാസത്തിന് അവർ ശരിക്ക് സമൂഹത്തിന് ഒരു നല്ല കാര്യം ചെയ്യുന്നില്ല എന്ന് വരികയാണെങ്കിൽ നമുക്ക് അവരവിടെ മാറ്റാൻ പറ്റുന്നു. ഇതാണ് 2 വ്യൂസ് ആയിട്ട് നമുക്ക് ജനാധിപത്യത്തിന് പറയാൻ പറ്റുന്നത്. ഇനി ലിബറലായിട്ട്, അല്ലാതെ ഇങ്ങനത്തെ ലിബറൽ ഡെമോക്രസി, ലിബറലായിട്ട് ഫ്രീ ആയിട്ട് എന്താണ് ലിബറൽ ഡെമോക്രസി നമ്മൾ അറിയണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഒരു ലീഗലായിട്ട് അല്ലെങ്കിൽ നിയമപരമായ ചില റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ആ ലിബറൽ ഡെമോക്രസി എന്ന് പറയാം. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് തന്നിട്ടുള്ള ഭരണഘടനയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഓരോ ജനതയുടെയും അവനവന്റെ സ്വാതന്ത്ര്യവും അവനവന്റെ ഇക്വാലിറ്റിയും എല്ലാം ശരിക്കും അനുഭവിക്കാൻ പറ്റണം. പിന്നെ ഒരു കാരണവശാലും ഈ എന്താ പറയാ, ഒരു വളരെ ചെറുതായിട്ടുള്ള ഫ്രാഗ്മെന്റഡ് അല്ലെങ്കിൽ ചെറിയതല്ല, നമ്മൾ തെറ്റ് ചെയ്യുന്നു,
തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ചെക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവണം. അപ്പോൾ മാത്രമേ തെറ്റിനെ നമ്മൾ അടുത്ത പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു തെറ്റിനെയും ശരിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു മാർഗമാണ്, ഒരു ഉപകരണമാണ്. അപ്പൊ അതിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. പിന്നെ വരുന്നത്, നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ വർഷവും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വോട്ടിംഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ വോട്ടവകാശം ഉപയോഗപ്പെടുമ്പോൾ, ഞാൻ നേരത്തെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ആദ്യകാലങ്ങളിൽ സ്ത്രീകൾക്ക് വോട്ടിംഗ് ഇല്ല, കുട്ടികൾക്ക് വോട്ടില്ല, അല്ലെങ്കിൽ വോട്ടവകാശമില്ല, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ളവർക്ക് വോട്ടവകാശമില്ല. പിന്നെ ലേറ്റർ ഓൺ അമേരിക്കൻ ചരിത്രത്തിൽ നോക്കുമ്പോൾ 1:3 ഉണ്ടായിരുന്നു. 3 പേര് കൂടെ ഒരുമിച്ചിട്ട് ഒരാൾക്ക് വോട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു കഥ. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പല അനുഭവങ്ങൾ കൂടിയാണ് അവസാനം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു വോട്ട്, അങ്ങനെ ഒരു ചാൻസ് വന്നത് എത്രയോ വർഷങ്ങളോടെയുള്ള ഈ എറർ ആൻഡ് ട്രയലിൽ വന്നതിന് ശേഷം മാത്രമാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഒരു പാർട്ടി മാത്രമാണെങ്കിൽ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ലല്ലോ എടുക്കാനായിട്ട്. അപ്പോൾ ഒരു പാർട്ടി മാത്രമല്ല, ഇവിടെ ഉള്ളത് മൾട്ടിപ്പിൾ പാർട്ടികളാണ്, ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പോൾ ഒരുപാട് പാർട്ടി ഉള്ളപ്പോൾ ഏത് പാർട്ടിയാണ് നല്ലതെന്ന് മനസ്സിലാക്കാനും നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച്, യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമ്മൾ അവരെ സെലക്ട് ചെയ്യാനും, അവരുടെ എലക്ഷൻ ടൈമില് അല്ലെങ്കിൽ അവരുടെ മാൻസ്ക്രിപ്റ്റ് നോക്കി അവരുടെ മാനിഫെസ്റ്റോയില് എന്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ആ മാനിഫെസ്റ്റോയില് അവർ എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ പ്രോമിസ് ചെയ്യുന്നതൊന്നും നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ, ഇതൊക്കെ നോക്കേണ്ട കടമ ജനതയ്ക്കാണ്. ആ ജനത അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് ഓരോ പാർട്ടിയും എൻ്റെ ഗവൺമെന്റ് ചീത്തയാവാണ്ടിരിക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ വരും, അല്ലെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ പേര് ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലത് ചെയ്യുക. അങ്ങനെ നല്ലത് ചെയ്താലും ജനത്തിനാണ് അത് നന്മ കിട്ടുന്നത്. അത് ലിബറലായിട്ട് പോകുമ്പോൾ അത് വളരെ സൗകര്യമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ എന്ന് പറയാം. പിന്നത്തെ കാര്യം, നമ്മൾ പറയുമ്പോൾ ഒരു സൊസൈറ്റിയില്, നമ്മളുടെ സമൂഹത്തില് പല പല ഘടകങ്ങളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ എൻജോയ് ചെയ്യുന്ന ഈ സ്വാതന്ത്ര്യം, ഗവൺമെന്റിൽ നിന്ന് എൻജോയ് ചെയ്യുന്ന സ്വാതന്ത്ര്യം, ഗവൺമെന്റിന് വേണ്ടിയിട്ട്, ഗവൺമെന്റിനും അതേമാതിരി സംസ്ഥാന ഗവൺമെന്റ് ആയാലും ശരി, രാഷ്ട്രമായാലും ശരി, ഒരു വളരെ ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും, അതിൽ കൂടെ ആ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ കൂടെ നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാനും നമ്മൾക്ക് സാധിക്കും. പിന്നെ എന്താന്ന് വെച്ചാല്, ഇനിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചാല്, ഇതില് പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള തൊഴിലാളിത്വം, മുതലാളിയോ പ്രൈവറ്റോ എല്ലാം ഒരു സാമ്പത്തിക വിധത്തില് മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണോ ആവശ്യമുള്ളത് അനുസരിച്ചിട്ട് നമ്മൾ അത് മാറ്റാൻ പറ്റും. കാരണം ഇപ്പൊ തന്നെ വളരെ ക്ലിപ്തമായിട്ട് ഉദാഹരണം, നമ്മള് പണ്ടൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും ചെയ്തിരുന്നില്ലല്ലോ. എല്ലാം ടീച്ചർ മുമ്പിലിരുന്ന് പറയുന്നു, കുട്ടികൾ കേൾക്കുന്നു, വീട്ടിൽ പോകുന്നു, പഠിക്കുന്നു. പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നു, കോവിഡ് വന്നു, അപ്പോൾ കുട്ടികളെ നമ്മൾ കൊണ്ടിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു എമർജൻസി വന്നു, ഒരു നീഡ് വന്നു. ദർ ഇസ് എ സേയിങ്, മദർ ഇൻവെൻഷൻ പറയുന്നത് ഒരു നെസസിറ്റി വരുമ്പോഴാണ് ഒരു ഇൻവെൻഷൻ. അപ്പൊ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ മാറ്റി, നമ്മൾ എങ്ങനെ ക്ലാസ് നടത്താം എന്നുള്ളത് ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ നമ്മൾക്ക് ഇവിടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും, പ്രൈവറ്റ് കോളേജ് ആയാലും ശരി, സ്കൂൾ ആയാലും ശരി, അവരും മാക്സിമം ചെയ്യും, ഗവൺമെന്റും ചെയ്യും. അതേമാതിരി മാർക്കറ്റ് റേറ്റിലായാലും ശരി, ഗവൺമെന്റിന്റെ പോളിസികള് നമ്മൾ കണ്ടു. റേഷൻ കട മുഖാന്തരം ഗവൺമെന്റ് ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. കാരണം എല്ലാ ഗവൺമെന്റിനും അറിയാം, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ജോലി ഇല്ലാത്തത് കൊണ്ടും കാശില്ലാത്തത് കൊണ്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഒരു നന്മയുടെ ഒരു ഛായ അവിടെ വരുന്നുണ്ട്. അതാണ് നമ്മൾ മാർക്കറ്റിന്റെ വ്യത്യാസം കൊണ്ടും വരുന്നത് ഇവിടെ.
ഇനി ഈ സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത് എന്താന്ന് വെച്ചാല് ഒരു രാജ്യത്തിൽ അവരുടെ സാമ്പത്തിക ശേഷി എത്രത്തോളം നന്നാവുന്നോ അതനുസരിച്ചായിരിക്കും ആ രാഷ്ട്രത്തിന്റെ പുരോഗതി. ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റിൽ വരുന്ന സാധനങ്ങളും അവരുടെ സർവീസും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഉപകാരങ്ങളും എത്രത്തോളം നന്നാവുന്നു, ഏത് വിധത്തിൽ അവരുടെ ജനതയ്ക്ക് അവർ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതിന് നോക്കുമ്പോൾ അത് എത്ര പീരീഡ്, വളരെ ഷോർട്ട് പീരീഡ് ആണോ അല്ല ലോങ് പീരീഡ് ആണോ. എപ്പോഴും നമ്മൾ ഒരു എമർജൻസി വരുമ്പോൾ ഷോർട്ട് പീരീഡിൽ ചെയ്യും. നേരത്തെ ഒരു ഫ്ലഡ് വന്നു, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അനുസരിച്ചാണെങ്കിൽ 2018 പ്രളയം വന്നപ്പോൾ നമ്മൾ ഗവൺമെന്റും പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. സാധനങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്, സർവീസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനസമ്മതിയുള്ള പല ഓർഗനൈസേഷൻസ് ലൈക്ക് റോട്ടറി ക്ലബ്, ലയൺസ് ക്ലബ്, അവരെല്ലാരും ചേർന്നു. അപ്പൊ അവിടെയാണ് ഒരു നെസസിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നല്ല വിധത്തിൽ ചെയ്യാനുള്ള തോന്നുന്നു. അപ്പൊ ഇതിന് അത് ആ ഷോർട്ട് പീരീഡിൽ അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം ചെയ്തു കൊടുത്തു. പിന്നെ ലോങ് റണ്ണിൽ വരുമ്പോൾ ദീർഘവീക്ഷണത്തോടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ആൾക്കാരുടെ ഗ്രോത്ത്, ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികം നന്നായി വന്നു കഴിഞ്ഞാൽ ആ നന്നായി വരുമ്പോഴത്തേക്കും അവർ സ്വന്തമായിട്ട് എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ് വേണമെന്ന് കാത്തിരിക്കാണ്ട് സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്സ് തുടങ്ങുക. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടപ്സ് തുടങ്ങി വരുമ്പോൾ അവരുടേതായ സ്വന്തമായിട്ടുള്ള എംപ്ലോയ്മെന്റ് വരുന്നു. എനിക്ക് സ്വയം ജോലി ഉണ്ടാവുന്നു, ഞാൻ 4 പേർക്ക് ജോലി കൊടുക്കുന്നു. അപ്പൊ അത് നമ്മൾ ഈ കുടുംബശ്രീയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പോകാനുള്ള കാരണം ഇതാണ്. കാരണം സാമ്പത്തിക ശക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരാൾക്കല്ല, ഒരു കുടുംബത്തിനല്ല, ഒരു സംസ്ഥാനത്തിനല്ല, ഒരു രാഷ്ട്രത്തിനല്ല, എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഉപകാരം കിട്ടുന്നതാണ് ഏറ്റവും നല്ല. അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ജീവിത ജനസൗകര്യങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ ആണ് ആ നേഷൻ നമ്മൾ ഡെവലപ്ഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇന്ത്യ ഈസ് നോട്ട് എ ഡെവലപ്ഡ് കൺട്രി അല്ല, നമ്മൾ ഡെവലപ്ഡ് അല്ല, നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഇരിക്കുന്ന കൺട്രിയാണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ ജനസമൂഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തെ, ഒരു ജനതയെ കെട്ടിപ്പടുത്തി ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോവില്ല, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ള അവയർനെസ് അല്ലെങ്കിൽ അതിനെപ്പറ്റി അനുഭവിച്ചാൽ പല ഗ്രാജുവലായിട്ട് അങ്ങനെ വരുമ്പോൾ ആ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഗ്രോത്ത് നമ്മളുടെ നാഷണൽ ലെവലിലുള്ള ഇംപ്രൂവ്മെന്റിനും അല്ലെങ്കിൽ ഉയർച്ചയ്ക്കും കാരണമാകും. ഇനി എക്കണോമിക് ഡെവലപ്മെന്റും എക്കണോമിക് ഗ്രോത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം സാമ്പത്തികം. ഒരു ലോ ലെവലിൽ നിന്നുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ടതായ അത്യാവശ്യം, നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യമായിട്ടുള്ളത് ആഹാരം, ഫുഡ്, ഷെൽട്ടർ, ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഇത് 3ഉം എസെൻഷ്യൽ ആണ്. അതായത് ആഹാരം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഉടുപ്പുകൾ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അതേമാതിരി ഷെൽട്ടർ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് 3ഉം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി വേണം. ആ ജോലി കിട്ടാനായിട്ട് നമ്മൾ ഇതില്ലാത്തടത്തോളം കാലം നമ്മളുടെ ലെവൽ ഓഫ് ലിവിങ് അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. ആ കുറവിനെ നികത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ കണ്ടറിഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് എങ്ങനെയാണോ നമ്മൾ നമ്മളുടെ ഫ്യൂച്ചർ കുട്ടികളെ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് അവരുടെ ആവശ്യത്തിന് സെൽഫ് ഏർണിംഗ് കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടില് ഇവിടെ ഒരു സ്റ്റുഡന്റ് ഫിഷർമാൻ ഗേൾ, അവളുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ആ കുട്ടി കോളേജിൽ പോകുന്ന കുട്ടിയാണ്, എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തിനോ പോകുന്ന കുട്ടിയാണ്. പക്ഷെ അതിനുശേഷം സമൂഹത്തിന്, സ്വന്തം കുടുംബത്തിന് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആ കുട്ടി മാർക്കറ്റിൽ പോയി മീൻ മേടിച്ച് കടയിൽ കൂടെ അല്ലെങ്കിൽ കട തുറന്ന് വിറ്റു വരുമാനമുണ്ടാക്കി കുടുംബത്തിന് സാമ്പത്തികം കൊടുത്തു എന്നുള്ള ഒരു കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. കഥയല്ല, നടന്ന സംഭവമാണ്, എറണാകുളത്ത് നടന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഡിഗ്നിറ്റി ഓഫ് ലേബർ,
അതേസമയം ഏൺ വൈൽ യു ലേൺ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കുക. ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ നാളെ അവരുടെ കാലഘട്ടങ്ങളിൽ അവർ വളരെ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങും. അത് മാത്രമല്ല, എല്ലാ വിധത്തിൽ ഇപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് ഈ നമ്മളുടെ നാട്ടിലുണ്ടാവുന്ന പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം, ശബ്ദ മലിനീകരണമുണ്ട്, സാധന മലിനീകരണം, ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ അറിയിക്കുന്നു. എല്ലാ വിധത്തിലുള്ള എനർജി നമുക്ക് സോളാറിന്റെ ഉണ്ട്, കാറ്റിന്റെ എനർജി, ഈ എനർജിയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തിലുള്ള റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്താൽ, വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പൊല്യൂഷൻസ് ഒക്കെ കുറയും. നമ്മൾ പൊല്യൂഷനെ പറ്റി പറയുമ്പോൾ, സിറ്റി പൊല്യൂഷനെ പറ്റി പറയുമ്പോൾ, പുക മുഖാന്തരം കാർബൺ ഡയോക്സൈഡ് പുറത്തു വരാണ്ടിരിക്കാനായിട്ട് ഡൽഹിയിൽ ഉണ്ടായിരുന്നു കുറെ കാലം മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭയങ്കര പൊല്യൂഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒറ്റ നമ്പറുള്ള വണ്ടികൾ മാത്രം ഒരു ദിവസം ഇറക്കുക, അടുത്ത ദിവസം 2 നമ്പറുള്ള വണ്ടികൾ ഇറക്കുക. അപ്പോൾ കാറ് അല്ലെങ്കിൽ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നത് കുറയുമ്പോൾ അത്രയും പൊല്യൂഷൻ മലിനീകരണം കുറയുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ഇഷ്യൂവിനെയും അല്ലെങ്കിൽ ഓരോ പ്രോബ്ലത്തെയും ശരിക്ക് അത് വേണ്ട വിധത്തിൽ അതിനെ നന്നായിച്ച് അതിനെ ആലോചിച്ച് എങ്ങനെ നമുക്ക് അതിനെ മാറ്റാൻ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു പോംവഴി കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ സസ്റ്റെയിൻഡ് ആയിട്ട് പോവാൻ പറ്റുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത്, ഇതിന് ഈ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക ഗ്രോത്തിന് 5 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുണ്ട്. ഒന്ന്, നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് നമ്മുടെ രാജ്യത്തിലുള്ള എന്തൊക്കെയാണോ അതൊക്കെ എടുക്കുക. 2, അതിന്റെ ഘടനകൾ, ഇൻഫ്രാസ്ട്രക്ചർ, ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക. ലേബർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജനതയെ ഉപകരിക്കുക, വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക, ടെക്നോളജി നല്ല വിധത്തിൽ ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും പൊളിറ്റിക്കൽ ആയിട്ടല്ല, രാഷ്ട്രീയം മാറ്റി 3 മാസം കൂടുമ്പോ എലക്ഷൻ നടത്താണ്ടിരിക്കുക. അപ്പൊ അവിടെ രാഷ്ട്രീയത്തിന് ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത വേണം. ഇതാണ് കാര്യം. അത് ഇത്രയും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതില് എക്കണോമിക് ഗ്രോത്ത് നോട്ട് കോമ്പാക്റ്റബിൾ അല്ലെങ്കിൽ അനുയോജ്യമല്ല എന്ന് പറയുന്നുണ്ട്. ആരൊക്കെ അനുയോജ്യമല്ല എന്ന് പറയുന്നത്? റോബർട്ട് ബാരോ പറയുന്നുണ്ട്, എക്കണോമിക് പൊളിറ്റിക്കൽ റൈറ്റ്സിന് ഒരു ഗ്രോത്തിന് ആവശ്യമാണ്, പക്ഷെ അതിൻ്റെതായ അത് മാത്രമല്ല എന്ന് അങ്ങേരുടെ അഭിപ്രായം. ജഡ്ജ് പാസ്നർ പറയുന്നു, ഒരു കാരണവശാലും ഒരു ജനറൽ ഒരിക്കലും മാക്സിമത്തിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങേർക്ക് മാക്സിമം ഗുണകരമായിട്ട് ജനതയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നു. ബാരോ പറയുന്നത് എന്താ വെച്ചാല്, ഒരു മധ്യതരത്തിലുള്ള ഡെമോക്രസിക്ക് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതലായിട്ടുള്ള ആവശ്യം എന്താന്ന് വെച്ചാൽ ലോവസ്റ്റ് ലെവൽ, അതായത് ഏറ്റവും താഴെ ലെവലുള്ളവർ ആണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത മിഡിൽ ലെവലുള്ളവർക്ക് കൊടുക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം സാമാന്യമായിട്ടും എക്കണോമിക്കലി സാമ്പത്തികമായിട്ട് വളർന്നിട്ടുള്ളവർക്ക് നമ്മൾ സഹായിക്കുകയും ചെയ്യേണ്ടത് ലാസ്റ്റില്. ഇങ്ങനെയാണ് പറയുന്നത്. ലിപ്സെറ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരു നേഷന്, ഒരു ഏറ്റവും നല്ല നേഷന് എപ്പോഴാണോ അത് ഏറ്റവും നല്ലത് പറയാ, ഏത് സമയത്തും അവരുടെ ജനതയ്ക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യുമ്പോഴാണ് അവിടുത്തെ ജനാധിപത്യം വളരെ നന്നായി എന്നും അത് അനുയോജ്യമായി എന്നും പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ നമ്മൾ പറയുന്നു എന്തൊക്കെയാണ് ഇതിനുള്ള ഘടകങ്ങൾ. ഏതൊക്കെ വിധത്തിലെ സ്ഥിരത വേണം? ഓണർഷിപ്പ് സ്ഥിരത വേണം. അതായത് നമ്മളുടെ പ്രോപ്പർട്ടി, നമുക്കുള്ള സ്വത്ത് സുഖങ്ങൾ സുഖമായിട്ട് നമ്മളുടെ കയ്യിൽ നിൽക്കാനുള്ള ഒരു റൈറ്റ് വേണം. നമ്മുടെ അടുത്ത അയൽവാസി നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ അയാൾ ഇങ്ങനെ കയറി വന്നു, അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലത്തിനെ നമ്മൾ ഒരു മതിൽ കെട്ടി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ തടുക്കാനോ ഉള്ള ആ സ്ഥിരത വേണം.
ലീഗലായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ റൂള് ന്യായം കറക്റ്റായിട്ട് പോകണം. സോഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ, സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ അനാവശ്യമായ ഒരു ഡിസ്റ്റർബൻസ് സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടിരുന്നാൽ മാത്രം ഈ 3 തരമായിട്ടുള്ള നിർബന്ധമായും ഈ 3 തരമായിട്ടുള്ള ഒരു സ്ഥിരത ഉണ്ടെങ്കിൽ തന്നെ ഒരു പകുതി ഭാഗത്തിൽ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. ഏത് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വന്നിരുന്നാൽ അവിടുത്തെ ഗവൺമെന്റ് ഡൗൺ ആയി പോകും, അത് ഷുവറാണ്. അതേമാതിരി എവിടെയാണോ ഈ പോവർട്ടി ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണോ ഏത് ഗവൺമെന്റ് ആണോ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണോ അവരുടെ ജനതയെ പട്ടിണിക്കിട്ട് കൊള്ളുന്നത്, അവിടെയും ആ ജനാധിപത്യത്തിന് നന്നാകാൻ പറ്റില്ല. ഇനി നമ്മൾ പറയുന്നത് ഒരു സിംഗപ്പൂരിലത്തെ പഴയ പ്രൈം മിനിസ്റ്റർ, അതായത് ഫ്യൂച്ചറില ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ അല്ല, പഴയ പ്രൈം മിനിസ്റ്റർ, അങ്ങേരുടെ പേര് ലീ ഹ്യൂ എന്നാണ്. അപ്പൊ ആ ലീ അവരുടെ കൺട്രീനെ അല്ലെങ്കിൽ സിംഗപ്പൂരിനെ മറ്റ് രാജ്യങ്ങളെ, ചെറിയ രാജ്യമാണ് സിംഗപ്പൂർ, അതിനെ പെട്ടെന്ന് നന്നാക്കി കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? അതിനെ നമ്മൾ പറയുന്നു ആ വ്യവസ്ഥ എന്തുകൊണ്ട് ലീ ഹൈപ്പോത്തീസിസ് എന്ന് പറയും. ഈ ഹൈപ്പോത്തീസിസ് പുള്ളിയുടെ ഉപദേശപ്രകാരം ഒരു മനുഷ്യന് നമ്മൾ ഒരു ചാൻസ് കൊടുക്കുകയാണ്. അവരോട് ഏതാണ് ആദ്യം മാറ്റേണ്ടത്? പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വേണോ, രാഷ്ട്രീയമായ സ്ഥിരത വേണോ, സാമ്പത്തിക സ്വാതന്ത്ര്യ സ്ഥിരത വേണോ, അല്ല നിങ്ങളുടെ സാമ്പത്തികം സ്ഥിരത വേണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും ജനത പറയുന്നത് എന്തായിരിക്കും? ആദ്യം വേണ്ടത് ഞങ്ങളുടെ സാമ്പത്തികം നന്നാക്കുക. പൊളിറ്റിക്സും അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സും എല്ലാം പിന്നാലെ വന്നോളും. പക്ഷെ ഈ സാമ്പത്തിക ഭദ്രത, ജനതയുടെ സാമ്പത്തിക ഭദ്രത കൊണ്ടുവന്നാൽ മാത്രമേ ആ കൺട്രി കുറച്ച് മുന്നിക്ക് പോവുള്ളൂ. അല്ലാണ്ട് ലീയുടെ അഭിപ്രായ പ്രകാരം ഈ പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ഥിരതയും സിവിൽ റൈറ്റ്സിന്റെ സ്ഥിരതയും ഒക്കെ രണ്ടാമത്തെ പ്രയോറിറ്റിയാണ്, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രയോറിറ്റിയാണ്. ആദ്യത്തെ ഇഷ്ടം എപ്പോഴും സാമ്പത്തിക ഭദ്രതയായിരിക്കണം. അപ്പോ പുള്ളി പറയുന്നത് ഒരു സാമ്പത്തിക ഭദ്രത കൊണ്ടുവരണമെങ്കിൽ അവിടെ ആ രാജ്യത്ത് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ആ ഡിസിപ്ലിൻ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ആ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ആ ജനാധിപത്യത്തിൽ നല്ല വിധത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് സിംഗപ്പൂരിൽ ഒരു പേപ്പർ താഴെ ഇട്ടാൽ ഫൈനാണ്. കാരണം വളരെ സ്ട്രിക്റ്റ് ആണ് അവര് ഡിസിപ്ലിൻഡ്. ഒരു പേപ്പർ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന മാതിരി ഒരു പാക്കറ്റ് നിന്നടത്ത് താഴെ ഇടാനൊന്നും പറ്റില്ല സിംഗപ്പൂരിൽ. കാരണം അവർക്ക് ഭയങ്കര മോണിറ്ററിംഗ് ഉണ്ട്. അല്ലെങ്കിൽ അവര് നോക്കും, പണവിഷയത്തിലാണ് അവര് ഫൈൻ അടിക്കുക. അപ്പൊ അങ്ങനെ ഫൈൻ അടിച്ചു വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ കൊടുത്താണ്ട് പിഴ അടയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ കറക്റ്റായിട്ട് പോകും. അപ്പോഴെന്താ ആ രാജ്യം വളരെ ക്ലീൻ ആൻഡ് നീറ്റ് സിറ്റി ആയിട്ട് വരുന്നതിന്റെ കാരണം ഇതാണ്. അല്ലാണ്ട് ബാക്കി എല്ലാ ട്രാൻസ്പാരൻസിയും പിന്നത്തെ കാര്യം എന്നാണ് ലീന്റെ ഹൈപ്പോത്തീസിസ് വഴി പറയുന്നത്. ഡെമോക്രസിയും അതിന്റെ എക്കണോമിക് ഗ്രോത്തും വളരെ അനുയോജ്യമായിട്ട് പോകുന്നു. എങ്ങനെ എപ്പോൾ അനുയോജ്യമായിട്ട് പോകുന്നു എന്നുള്ളത്, എപ്പോഴാണോ ഈ കൾച്ചറൽ ഗ്രോത്തും സാമ്പത്തികവും ഒരുമിച്ച് പോകുന്നത്, ബെറ്റർ ആയിട്ട് പോകുന്നത്, അപ്പോൾ നന്നാകും. ഇനി ഈ ജനാധിപത്യത്തിൽ സാധാരണ നമ്മൾ കാണാറുള്ള ഒരു കറപ്ഷൻ അല്ലെങ്കിൽ തെറ്റ്, മാൽ പ്രാക്ടീസ് വളരെ കുറവായിരിക്കും. ബാക്കിയുള്ള ഭരണഘടനയെ അപേക്ഷിച്ച് ജനാധിപത്യ ഭരണത്തിൽ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ സ്വന്തം കാര്യം സ്വന്തം ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. അഫ്കോഴ്സ് അത് നടക്കുന്നുണ്ട്, അത് വിഷയം വേറെ. പക്ഷെ എന്നാലും താരതമ്യേന അത് വളരെ കുറവായിരിക്കും ജനാധിപത്യത്തിനും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, തുഗ്ലക്കിന്റെ കാര്യം പറഞ്ഞു. തുഗ്ലക്കിന്റെ രാജാവിനെ മാറ്റാൻ പറ്റില്ല, മിലിറ്ററി ഹെഡിനെ മാറ്റാൻ പറ്റില്ല. ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ അത് മാറ്റാൻ പറ്റും. നമുക്ക് തെറ്റായ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പൊ പിന്നെ പറഞ്ഞത് മിൽട്ടൺ ഫ്രൈഡ്മാൻ പറയുന്നത് എങ്ങനെയാ വെച്ചാല്, ഒരു ഡിഗ്രി, ഹയർ ഡിഗ്രിയാണ് നമ്മളുടെ റൈറ്റ്സിനെ, നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെ ഏറ്റവും നല്ല വിധത്തിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സാമ്പത്തികം നന്നാക്കി കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ, സാമ്പത്തികമായിട്ട് ലിബറലൈസേഷൻ വരുമ്പോൾ
ഡെഫിനറ്റ്ലി നമ്മളുടെ ഒരു ലോങ് റണ്ണിൽ അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ജനാധിപത്യം വളരെ സ്വതന്ത്രമായിട്ടും സസ്റ്റെയിൻ ചെയ്ത് പോകും. ഇതിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളതുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ള ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ന്യായപരമായി നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൈവറ്റ് ആയിട്ടുള്ള ധന നിക്ഷേപം കൊണ്ടുവരണം, സൈസ് അല്ലെങ്കിൽ കപ്പാസിറ്റി, ഗവൺമെന്റിന്റെ കപ്പാസിറ്റി, സാമൂഹത്തിൽ സൊസൈറ്റിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവും. ആ ഗ്രോത്ത് അങ്ങനെ നന്നാവും. ഇനി നമ്മൾ ഫേമസ് എക്കണോമിസ്റ്റ് ആണ് അമർത്യ സെൻ. അങ്ങേര് പറഞ്ഞത് ഇത് നമ്മൾക്കൊരു പ്രീ കണ്ടീഷനാണ്, ഡെമോക്രസിയിലെ ഒരു പ്രീ കണ്ടീഷനാണ് സാമ്പത്തികമായിട്ട് കൊണ്ടുവരിക. അങ്ങേരുടെ വളരെ ക്ലിയർ ആയിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതില് ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ഓപ്പൺനെസ്, നമ്മൾ കോമ്പറ്റീഷൻ അതിൻ്റെതായ തരത്തിൽ കാണണം. അതേമാതിരി ഇന്റർനാഷണൽ ലെവലില് മാർക്കറ്റ്സിന് നോക്കണം. എന്തൊക്കെ വിധത്തിൽ നമ്മൾക്ക് ഗവൺമെന്റിന് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും എക്സ്പോർട്ടായിട്ടും ഇതൊക്കെ റേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു നല്ല വിധത്തിലുള്ള ഘടന കൊണ്ടുവരിക, സ്കൂള് കൊണ്ടുവരിക, എല്ലാ വിധത്തിലും ആൾക്കാർക്ക് സോഷ്യലായിട്ട് ജനാധിപത്യത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ചാൻസസ് വരുമ്പോൾ അവിടെ എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ പണവിഷയത്തിൽ നമ്മളുടെ കൺട്രി അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നിൽ പോകും. അങ്ങേര് പറയുന്നതനുസരിച്ച് സെന്നിന്റെ അഭിപ്രായത്തിൽ ഇത് ഒരു കാലം സിംപ്ലി അല്ലെങ്കിൽ പെട്ടെന്ന് കുറയ്ക്കാനോ പെട്ടെന്ന് കയറ്റാനോ പറ്റില്ല. പക്ഷെ ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം വരുന്നതനുസരിച്ചിട്ട് അതിന് അവിടെ എന്തൊക്കെ വേണമോ, ഓവർലാപ്പിംഗ് മെക്കാനിസം കൊണ്ടുവരണമോ അതെല്ലാം കൊണ്ടുവന്ന് ആൾക്കാരുടെ ജനതയുടെ ഫ്രീഡത്തിനെ ചൂഷണം ചെയ്യാണ്ടും അവർക്ക് വേണ്ടതും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് നടത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. എക്കണോമിസ്റ്റ് അമർത്യ സെൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എക്കണോമിക് ഗ്രോത്തില് ഇതിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആ ജനതയുടെ വിശ്വാസം നേടിപ്പറ്റി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ സംശയങ്ങളും അല്ലെങ്കിൽ അവരുടെ കഷ്ടനഷ്ടങ്ങളും മാറ്റി കൊടുത്തു കഴിഞ്ഞ് ആ ജനാധിപത്യത്തിന് നമ്മൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ അത് പിന്നെയും ആ ജനതയ്ക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസികളിലോ ഗവൺമെന്റിന്റെ ഗ്രോത്തില്, എക്കണോമിക് ഗ്രോത്തില് അല്ലെങ്കിൽ സാമ്പത്തിക ഗ്രോത്തില്, രാഷ്ട്രീയമായ ഗ്രോത്ത്, ആ രാഷ്ട്രീയ വിശ്വാസം നശിക്കാണ്ടിരിക്കണം. ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് അടുത്ത ചാപ്റ്റർ എന്താണ്? അടുത്ത ചാപ്റ്ററിൽ വരുന്നത് 12ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് സ്വാതന്ത്ര്യവും ഗുണദോഷ സെൻസർഷിപ്പ് എന്ന് പറയും. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം ഫണ്ടമെന്റൽ റൈറ്റിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് റൈറ്റ്, എവറിത്തിങ് ഈസ് കമ്മിങ് അണ്ടർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. പക്ഷെ അതിനെ ഗുണദോഷിക്കാൻ ആള് വേണം. അത് നമുക്ക് ഫ്രീഡം ഉണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന, എനിക്ക് എല്ലാരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ചെയ്യാൻ പാടില്ല. അഫ്കോഴ്സ് നമ്മൾക്ക് ഈ സെൻസർഷിപ്പ് എന്നുള്ള ഒരു ക്വാളിറ്റി അവിടെ ഉള്ളത് കൊണ്ടാണ് എല്ലാ വിധത്തിലും ഒരു ചെക്ക് വരുന്നത്. അപ്പോ ഈ എസെൻഷ്യൽ കണ്ടീഷൻ, അതായത് നമ്മളുടെ സ്വാതന്ത്ര്യം ഒരു കാരണവശാലും ഒരാളെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെയോ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോ അവിടെ എനിക്ക് പൊളിറ്റിക്കലി എനിക്ക് ഇഷ്ടമുള്ള പാർട്ടീനെ ഞാൻ എൻ്റെ വോട്ട് കൊടുക്കും. പക്ഷെ അതിന്റെ അർത്ഥം എല്ലാരും അവിടെ കൊടുത്തോളുന്നില്ല. അപ്പൊ അവിടെ അവനവന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. പിന്നെ സ്റ്റേറ്റ് പറയുന്നുണ്ട് ഒരിക്കലും അവരുടെ ഈ സെൻസർഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഗുണദോഷ പരിദോഷം എന്ന് പറയും, ഗുണദോഷ പരിശോധന. നമ്മള് ഗൾഫിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഗൾഫിൽ വർത്താനം പറഞ്ഞാൽ നമ്മൾ അകത്ത് പോകും. കാരണം അവരുടെ മതത്തിന്റെ
എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അകത്താണ്. അതേമാതിരി അവരുടെ ആ രാജ്യത്തിന്റെ റൂളാണത്. അപ്പൊ ആ റൂൾ അനുസരിച്ച് നമ്മളുടെ എന്തെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് ശരിയാണ്. അറബിക് ശരിക്കും പഴയ കാലത്തെ അറബ് ലോ അനുസരിച്ച് an eye for an eye, a tooth for a tooth എന്നാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ അതിനെ എടുക്കും. അപ്പൊ അത്രത്തോളം ഹാർഷ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടായിരുന്നു അവിടെ. എന്നാലും ഇപ്പോൾ അത് വളരെ മാറി സൗമ്യമായിട്ട് അവര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ഈ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ സെൻസർഷിപ്പ് വരെ. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ മതം അതായത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്ന് പോകുന്ന പുസ്തകങ്ങളിൽ, CBSE പുസ്തകങ്ങളിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെയോ ദൈവങ്ങളുടെ പിക്ചർ ഉണ്ടെങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ കുട്ടികളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് അതിന്റെ മേലെ ഒരു കറുത്ത വിധത്തിലുള്ള ഒരു പെയിന്റ് അടിക്കും. കാരണം അത് സെൻസർഷിപ്പ്, അത് അവരുടെ കൺട്രിയുടെ ലോ ആണ്. അതേമാതിരി നാട്ടിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ചെല്ലുന്നവരുടെ പാക്കറ്റുകളെല്ലാം വളരെ വിശദമായിട്ട് അവർ സെൻസർ ചെയ്യും. അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ ക്ലിപ്തമായിട്ട് നോക്കും. ഈവൻ അച്ചാർ വരെ കൊണ്ടുപോകാൻ പറ്റില്ല, ചില മരുന്നുകൾ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ അവിടെ അവർ ഒരാളെ നിങ്ങളെ ഡിസ്ക്രേസ് ചെയ്യാനോ നിങ്ങളുടെ വ്യക്തിത്വത്തിനെ അല്ല ചോദിക്കുന്നത്, ആ നാട്ടിലത്തെ റൂള് അവരെ പ്രാക്ടീസ് ചെയ്യുന്നു. അത് സൗകര്യമുള്ളവര് അത് അവിടെ വന്നാൽ മതി, അല്ലാത്തവര് വരണ്ട, അത്രേ ഉള്ളൂ. അപ്പോ ഈ ഗുണദോഷ പരിശോധന എന്ന് പറയുന്ന സെൻസർഷിപ്പ് വളരെ വളരെ അത്യാവശ്യമാണ്. ഒരാളുടെയും ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഒരാളുടെയും ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റിനെ അല്ലെങ്കിൽ അങ്ങേരുടെ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ല ചെയ്യുന്നത്. അത് ഒരു ഗവൺമെന്റിന്റെ ഒരു ടൂളായിട്ട്, ഒരു ഉപകരണം എന്നുള്ള ലെവൽ നോക്കിയ നമ്മള് പഴയ കാലത്ത് നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോൾ ഷൂസ് കൂടെ ഊരി വെക്കാൻ പറയും. ഷൂസിന്റെ അടിയിൽ കൂടെ സ്മഗ്ലിംഗ് ഡ്രഗ്സ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എറണാകുളത്തും കേരളത്തിലും മുഴുവനും കാണുന്നുണ്ട്. പല വിധത്തിലാണ് പുറത്തു നിന്ന് വരുമാനം അല്ലെങ്കിൽ പുറത്തു നിന്ന് അവരെ കൊണ്ടുവരുന്നത്. എന്താ, ആഭരണങ്ങളായിട്ട് കൊണ്ടുവരുന്നു, ഒരു മെഷീന്റെ അകത്ത് ലിക്വിഡ് ഫോമിൽ കൊണ്ടുവരുന്നു, സ്വർണം കള്ളക്കടത്ത്. ഇപ്പൊ നമ്മൾ വളരെ റീസെന്റ് ആയിട്ട് ഒരു കേസ് കോടതി കിടക്കുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി വരുന്നു. ഡിപ്ലോമാറ്റിക് ബാഗേജിൽ വരുമ്പോൾ നേരിട്ട് അവർക്ക് ഗ്രീൻ സിഗ്നൽ കൂടെ വരാം, ഗ്രീൻ സിമ്പിൾ കൂടെ വരാം, ഒരു ചെക്കിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നിട്ടും നമ്മൾ പല കഥകളും കേട്ടു, പല കഥകളും കോടതികളിൽ നിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മളുടെ സെൻസർഷിപ്പിന്റെ അല്ലെങ്കിൽ ഗുണപരിശോധന കുറഞ്ഞു പോയാൽ ആൾക്കാരെ ഒരു സ്ഥലം ബ്ലോക്ക് ചെയ്യുമ്പോൾ വേറൊന്നവർ കണ്ടുപിടിക്കും. അപ്പൊ അതിന് ആണ് സംസ്ഥാന ഗവൺമെന്റോ രാഷ്ട്രമോ വളരെ ക്ലിയർ ആയിട്ട് ചെക്കിങ് ചെയ്യുന്നതിന്റെ അർത്ഥം. അപ്പൊ അത് അതിൻ്റെതായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിനെ നെഗറ്റീവായിട്ട് ആലോചിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഈ റീസണബിൾ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ്. ഒരാൾക്ക് 5 കിലോ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു മാലയും വളയും കൊണ്ടുവരാന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് കൊണ്ടുവരുമ്പോഴാണ് ക്വസ്റ്റ്യനിങ് വരിക. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ സറണ്ടർ ചെയ്യുക, അതിനെ പാസ്പോർട്ടിൽ എൻറ്റർ ചെയ്യുക, തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുക. അപ്പോ റൂളിനെ, ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള നിയമത്തിനെ പാലിക്കുക. അതേമാതിരി സംസാരത്തിലായാലും ശരി, എല്ലാ വിധത്തിലും വേണ്ട വിധത്തിലുള്ള ഒരു ചെക്കിങ്, റെസ്ട്രിക്ഷൻസ് വേണം. അപ്പോൾ അവിടെ ഒരു സൊസൈറ്റിയിൽ ഒരു നല്ല വിധത്തിലുള്ള ഒരു ജനാധിപത്യം നടത്തിക്കൊണ്ടാൻ പറ്റും. ഇനി ഞാൻ പറയുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ വേർഡ് ലിബർട്ടി എന്ന് പറയുന്നത് അഗെയിൻ അതൊരു ലാറ്റിൻ വേർഡാണ്. ലാറ്റിൻ വേർഡിൽ പറയുന്നത് എന്താ വെച്ചാല്, ലിബർ എന്ന് വെച്ചാല് എല്ലാവിധ തടസ്സങ്ങളിൽ, ആബ്സെൻസ് ഓഫ് ഓൾ റെസ്ട്രെയിൻസ് എന്നാ പറയാ. അതായത് തടസ്സങ്ങൾ ഇല്ലാതിരിക്കുക. ആബ്സെൻസ് ഓഫ് ഓൾ റെസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ ഇല്ലാണ്ടിരിക്കുക. അപ്പോ നമ്മൾക്ക് തടസ്സങ്ങൾ ഇല്ലാണ്ടിരിക്കണം. അപ്പൊ ലിബർട്ടിന്റെ അർത്ഥം ഒരു കാരണവശാലും നമ്മൾക്ക് നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെ ഉപയോഗപ്പെടുത്താൻ പുറത്തുനിന്നുള്ള ഒരു കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഫോഴ്സ് വന്ന് നമ്മളെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിർബന്ധം ചെയ്യാൻ പാടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് റെസ്ട്രെയിൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു
പുറത്തു നിന്നുള്ള ഒരു പ്രഷർ വരാണ്ടിരിക്കുക. ഒരു മനുഷ്യനും അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ആലോചന പ്രകാരം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നിങ്ങൾ തോന്നിവാസം ചെയ്യരുത്. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ലിബർട്ടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ വേറൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈ കടത്താണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ വേറൊരാളുടെ വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി ഉപദ്രവിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക എന്ന് മാത്രമാണ് നമ്മൾ DGH ഗോയൽ പറഞ്ഞിട്ടുള്ളത്. മെക്ലൈൻ പറയുന്നത്, അതായത് എന്താണോ നമ്മുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തില് എല്ലാവിധ ഒബ്സ്റ്റക്കിൾസും എല്ലാവിധ റെസ്ട്രെയിൻസും ഇല്ലാണ്ട് വരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ അതേസമയം ഒരു കാരണവശാലും റാഷണലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇറാഷണലായിട്ട് ഒരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. നമ്മൾ ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിലെ ആ ചട്ടക്കൂടിനുള്ളിൽ ഉള്ള ആ ചട്ടക്കൂടിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ന്യായങ്ങൾ, ന്യായവിധി പ്രകാരങ്ങൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല, ആ ചട്ടക്കൂടിനുള്ള നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗം ചെയ്യാണ്ട് ഉപയോഗപ്രദമാക്കി കൊണ്ടുപോകുന്നതിൽ ഒരു ഗവൺമെന്റും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. എപ്പോഴാണോ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത്, എപ്പോഴാണോ നമ്മൾ അതിര് കടന്നു പോകുന്നത്, അപ്പോഴായിരിക്കും നമുക്ക് ഉത്തരം പറയേണ്ടി വരിക. അപ്പൊ ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമായിട്ടുള്ള ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ട്സ് എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പെട്ടെന്നൊന്നും ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തരാൻ പറ്റില്ല. കാരണം ഒരാളുടെ വ്യക്തിത്വത്തിലാണ് നടന്നിരിക്കുന്നത്. എന്റെ സ്വാതന്ത്ര്യം, എന്റെ വ്യക്തിത്വം. അപ്പൊ എനിക്ക് തോന്നിയവാസന്മാര് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഗാന്ധിജി മഹാത്മാഗാന്ധി പറഞ്ഞു, അതിന്റെ അർത്ഥം എല്ലാ ഈ തടസ്സങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാളുടെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിയുടെ ഗ്രോത്തിനെ നിഷേധിക്കുക എന്നല്ല അർത്ഥം. പക്ഷേ അതിൽ എന്താ പറഞ്ഞിരിക്കാനുള്ളത്, നിനക്ക് ചെയ്യാനുള്ളത് നിനക്ക് ചെയ്യാൻ പറ്റാൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പെർമിഷനുള്ള എന്തൊക്കെ നിനക്ക് നിന്റെ വ്യക്തിത്വത്തിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്തോളുക. അതുകൊണ്ട് പെർട്ടിക്കുലർ ആയിട്ട് ഇതിനെപ്പറ്റി ഒരു ക്ലിപ്തമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ തരാൻ പറ്റില്ല. ഗർണാൾഡ് പറയുന്നത്, എപ്പോഴും നമ്മൾ ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, എനിക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ സംതിങ് ഞാൻ എന്ത് ചെയ്യുന്നോ അതിനെ എല്ലാവരും അതിനെ ഉൾക്കൊണ്ടോണം. അതും നിർബന്ധമല്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറയാനുള്ള ഫ്രീഡം ഇല്ല എന്നല്ല, എനിക്ക് കേൾക്കാനുള്ള ഫ്രീഡം ഇല്ല എന്നുമല്ല. രണ്ടും ഉണ്ട്. എനിക്ക് കേൾവിക്കണം, അതിനെ ഉൾക്കൊണ്ടോണം എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിനും ചെറിയ പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുക. ഇനി 2 കൺസെപ്റ്റ് തിയറി പറയുന്നുണ്ട് ഇസിഹ ബെർലിൻ. അതെന്താ വെച്ചാൽ ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും ഉള്ള സ്വാതന്ത്ര്യം. ആ പോസിറ്റീവ് സ്വാതന്ത്ര്യം എന്താന്ന് വെച്ചാല് ഒരു ആൻസർ എപ്പോൾ എങ്ങനെ ഏത് വിധത്തിൽ നമ്മൾ ചെയ്യണം, ഇന്റർഫിയർ ചെയ്യണം, എത്രത്തോളം ചെയ്യണം. നെഗറ്റീവായിട്ട് പറയുമ്പോഴോ അവിടെയും ഏത് ഏരിയയിലാണ് നമ്മൾ നോക്കേണ്ടത്, എത്ര ആൾക്കാരുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യത്തിന് കിട്ടുന്നതാണ് ഈ 2 കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ 2 ആശയങ്ങൾ ഇസിയ ബെർലിൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഇല്ലെങ്കിൽ ഈ തിയറിനെ 2 തിയറിനെ സമ്മതിപ്പിച്ചിട്ടുള്ളവര് കൂടുതലായിട്ടുള്ള ആഡം സ്മിത്ത്, എക്കണോമിസ്റ്റ്, ജോൺ ലോക്ക്, ബേത്തോൺ, റോബർട്ട് നിക്ക്, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. 2 വിധത്തിലുള്ള ഡിസ്റ്റിങ്വിഷനിങ് അല്ലെങ്കിൽ 2 വിധത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ
ജില്ല് പറഞ്ഞു, MS ജിൽ പറഞ്ഞു, നമ്മൾ വിശ്വാസം നമ്മളുടെ റിഗാർഡിങ്ങിൽ പോണം. അതേമാതിരി എക്കണോമിസ്റ്റും പറഞ്ഞു, നമ്മുടെ അമർത്യ സെന്നും പറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം മനുഷ്യന് ഉദ്ദേശം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുപോവുക. ജില്ലിന്റെ ലിബർട്ടിയിൽ പറയുമ്പോൾ നമ്മൾ പറയുന്നു, ഒരാളുടെയും വ്യക്തിത്വത്തിന് പടമപ്പെടുത്തേണ്ട കാര്യമില്ല. ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ എല്ലാം കാറ്റഗറിയിൽ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ വിശകലനം ചെയ്യുക, വ്യവസ്ഥകൾ കൂടി എല്ലാം ചർച്ച ചെയ്യുക, എന്നിട്ട് പുരോഗതിയിലേക്ക് കൊണ്ടുപോകുക. കൂടാതെ നമ്മളുടെ ബിഹേവിയറും നമ്മളുടെ സ്വഭാവങ്ങളും നമ്മുടെ കസ്റ്റംസും എല്ലാം മാറ്റിയുണ്ടാക്കുക. ഇതാണ് ഈ സെൻസർഷിപ്പിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ്. സെൻസർഷിപ്പ് ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു ഉപയോഗമുള്ള ഒരു ട്രേസ് ആണ്. അപ്പോ ഇവിടെ ഈ സെൻസർഷിപ്പ് മതപരമായിട്ടുണ്ട്, ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ലാംഗ്വേജ്, ഓരോരുത്തർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലാണ് സംസാരത്തിനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ സംസാരത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്തും വിളിച്ചു പറയാൻ പാടില്ല. ഇനി ഈ സെൻസർഷിപ്പും ലിബർട്ടിയും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ, റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ, ഇത് രണ്ടും ഒന്നിനോടൊന്ന് പോകുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്രീഡം ഓഫ് പ്രസ് എന്നുണ്ട്. ഫ്രീഡം ഓഫ് പ്രസ് 4ാമത്തെ ഒരു ജനാധിപത്യത്തിന്റെ ഘടകമാണ്. പക്ഷെ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തും എഴുതി കൂട്ടാനോ എന്തും വിളിച്ചു പറയാനോ പാടില്ല. അതേമാതിരി റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാരണം, നമ്മൾക്ക് പഠിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള കഴിവ് എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ആ പ്രസ് കൂടെ നമുക്ക് ഉള്ള ആ ചട്ടക്കൂടിന്റെ അകത്ത് നമ്മൾ കറക്റ്റായിട്ട് ആക്റ്റീവായിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ വളരെ ഒരു വിധത്തിലും ഫ്രീ ഒപ്പീനിയൻ പറയാണ്ട് നമ്മൾ ചർച്ചകളിൽ കൂടി വ്യത്യാസം കൊണ്ടുവരിക. ഹെർബർട്ട് മാർക്യൂസും ലൂയിസ് ആർത്തറും ഇതൊക്കെ പറയുന്നവർ അവരവരുടെ ബുക്കുകളിൽ പറഞ്ഞിട്ട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പെർസീവ്ഡ് റെപ്രസീവ് ടോളറൻസ് എന്ന് പറയും. ഹെർബർട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ അഭിപ്രായ പ്രകാരം ഈ സെൻസർഷിപ്പ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ഇതിനെ ഒരു വർത്ത് വയൽ, ആൾക്കാരുടെ വർത്ത് വയൽ കൊണ്ടുവരുന്ന വിധത്തിൽ ഫോക്കസ് ചെയ്ത് എല്ലാ കൾച്ചറിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. അതിനെ നമ്മൾ ജനതയ്ക്ക് നല്ലത് ചെയ്യുക, ഐഡിയോളജിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മളുടെ കൾച്ചർ, നമ്മുടെ സ്വഭാവം, നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ പല മീഡിയ, റിലീജിയൻ, ഇതെല്ലാം നമ്മൾ ഗുണദോഷ പരിഭാഷണം വഴി നമ്മൾ അതിനെ നന്നാക്കണം. റിച്ചാർഡ് പറഞ്ഞിട്ടുള്ളത് ലാംഗ്വേജ്, നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിൽ കൂടെ ഒരാളെ ഉപദ്രവിക്കരുത്. അല്ലെങ്കിൽ വാക്കുകൊണ്ട് മനസ്സാ വാച കർമ്മണ നമ്മൾ ആരെയും ഒരാളെ ഉപദ്രവിക്കരുത്. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ, ഹ്യൂമിലിയേഷൻ ചെയ്യാൻ പാടില്ല. ഒരാളെ നമ്മൾ ഉപദ്രവിക്കാണ്ട് ജയിക്കുക. ആർട്ടിക്കിളൊക്കെ പറയുന്നത് എന്താ വെച്ചാല്, അങ്ങേരും പറഞ്ഞിട്ടുള്ളത് സ്പീച്ച് ഒരു കാരണവശാലും സ്ത്രീകളെയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെയോ മാനിക്കാണ്ടിരിക്കാനും പാടില്ല. അവരെ പറ്റി വൃത്തികെട്ടതായിട്ട് മോശതരമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ നല്ല ഒരു വിധത്തിൽ കൊണ്ടുവരണം. ഇപ്പൊ നമ്മുടെ ആർട്ടിക്കിൾ 17 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്, അൺടച്ചബിലിറ്റി. ഒരു കാരണവശാലും അത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഗുണപരിശോധന ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഒരു വിധത്തിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു കൺട്രോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ കൺട്രോളിനെ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കാണുന്നത് സൈബർ ക്രൈംസ് ആണ്. എന്തോരം സൈബർ ക്രൈംസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റിനെ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ സൈബർ ക്രൈംസ് വരുന്നത്. അതും ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു ചുമതലയായിട്ട് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഇത്രയും നേരം നന്ദി. ഇത് നിങ്ങൾ ലെസൺ വായിച്ച് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.